നമുക്ക് രണ്ട് രീതിയിൽ കോഴികളെ വളർത്താം. ഒന്ന്, കാശ് കൊടുത്ത് നമുക്ക് കോഴിത്തീറ്റ വാങ്ങി കൊടുത്ത് വളർത്താം. രണ്ടാമത്, ഇതുപോലെ തുറന്നു വിട്ട് തീറ്റകളൊന്നും, അതായത് വിലയ്ക്ക് വാങ്ങിക്കാത്ത തീറ്റകൾ കൊടുത്ത് നമുക്ക് വളർത്താൻ പറ്റും. നമ്മുടെ വീട്ടിലെ ഫുഡ് വേസ്റ്റ് മാത്രം കൊടുത്തിട്ട് കോഴിയെ വളർത്താൻ പറ്റും. അത് സീറോ കോസ്റ്റ് ഫാമിംഗ് എന്നാണ് ഇതിന് പറയുന്നത്. നമ്മൾക്ക് പൈസ ഒന്നും ചിലവില്ല. കണ്ട, ഈ മുട്ടകളൊക്കെ കിട്ടിയെങ്കിൽ നമുക്കിതിൽ തീർച്ചയായിട്ടും ഇത് ഫ്രീ ആയിട്ട് കിട്ടുന്നതായിട്ട് നമുക്ക് കൂട്ടാം. കാരണം നമ്മൾ ഇതിന് വേണ്ടിയിട്ട് പൈസ ഒന്നും മുടക്കിയിട്ടില്ല. വീട്ടിലെ തീറ്റകൾ, അതായത് ഫുഡ് വേസ്റ്റ് മാത്രം കൊടുത്തിട്ടാണ് ഈ മുട്ട നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്കിതിൻ്റെ പുറത്ത് ചിലവൊന്നും ഇല്ലെന്ന് തന്നെ പറയാം. ഇപ്പോൾ 9 മുട്ട അതിനകത്ത് കിടപ്പുണ്ട്. അപ്പോൾ ഈ മുട്ടകൾക്കൊന്നും നമ്മളിപ്പം പൈസ മുടക്കിയിട്ടില്ല. ഇത് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുകയാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം നമുക്ക് അതിൻ്റെ പുറത്ത് മുടക്കൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇങ്ങനെ കോഴിനെ വളർത്താം. ഇനി മറ്റു ചിലർ വളർത്തുമെന്ന് പറയുമ്പം അവർ ചെയ്യുന്നത് വില കൂടിയ തീറ്റ വാങ്ങിച്ചു കൊടുക്കും. എന്നിട്ട് പറയുന്നത് എന്താണെന്നറിയാമോ? അത് വേറൊരു പ്രത്യേകം കൂടെ ഉണ്ട്. അപ്പോൾ അത് വളർത്തുന്നത് ചിലപ്പം ഈ മുട്ടക്കോഴികളെ മാത്രമാണ്. മുട്ടക്കോഴികളെ വളർത്താൻ നേരത്ത് അവർ നാടൻ കോഴിയുമായിട്ട് ബന്ധമൊന്നും ഇല്ലല്ലോ. അപ്പോൾ അത് ചിലപ്പോൾ നമ്മുടെ ഈ വീട്ടിലെ ഫുഡൊന്നും കഴിച്ചില്ലെന്ന് വരാം, അല്ലെങ്കിൽ കഴിച്ചാൽ മുട്ട കിട്ടിയില്ലെന്നും വരാം. അതുകൊണ്ടായിരിക്കാം വില കൊടുത്ത് തീറ്റ വാങ്ങിക്കേണ്ടി വരുന്നത്. പക്ഷേ വില കൊടുത്ത് തീറ്റ വാങ്ങിച്ച് മുട്ട വിൽക്കുന്നത് വലിയ ലാഭകരമാണെന്ന് ആരും പറഞ്ഞായിട്ടും കേട്ടിട്ടില്ല. മിക്കവരും പറയുന്നത് നഷ്ടമാണെന്ന് തന്നെയാണ്. അപ്പോൾ കോഴി വളർത്താൻ ആഗ്രഹിക്കുന്നവർ ചെയ്യേണ്ടത് ഇതുപോലെ നാടൻ കോഴി ഇനങ്ങളെ തിരഞ്ഞെടുത്തിട്ട് നമ്മുടെ വീട്ടിൽ ഫുഡ് വേസ്റ്റ്, അല്ല പച്ചക്കറി വേസ്റ്റൊക്കെ സംഘടിപ്പിച്ച് അതൊക്കെ ഫ്രീ ആയിട്ട് നമുക്ക് കടകളിൽ നിന്ന് കിട്ടുന്നതാണ്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ കോഴി വളർത്തൽ ലാഭകരം തന്നെയാണ്. ഇതിപ്പം 8 കോഴി അടുത്തേ ഉള്ളൂ. അതിൽ നിന്ന് കിട്ടുന്ന മുട്ടയുണ്ട്. എന്തായിരുന്നാലും 3-4 മുട്ട ഒരു ദിവസം കിട്ടുന്നുണ്ട്. അപ്പോൾ കോഴികളുടെ എണ്ണം കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇതിലൂടെയൊക്കെ നമുക്ക് ആദായം കിട്ടും അതിനകത്തുനിന്ന്. ഈ മുട്ടക്കോഴി ഇനത്തിൽപ്പെട്ട കോഴീനെയൊക്കെ വളർത്താൻ നേരത്ത് ഇത്രയും സ്ഥലം പോലും വേണ്ടി വരില്ല. ചെറിയൊരു കോഴിക്കൊന്ന് നിൽക്കാൻ പറ്റുന്ന രീതിയിൽ ഉള്ള സ്ഥലം മാത്രം ആണ് അതിന് വേണ്ടത്. പക്ഷേ നമ്മൾ നാടൻ കോഴി വളർത്താൻ നേരത്ത് അതിന് അല്പം സ്പേസ് കൊടുക്കണം. കാരണം അതെന്ന് പറയുന്നത് ഈ തൊടിയിലൊക്കെ നടന്ന് കുത്തിപ്പറുക്കിയൊക്കെ തിന്നുന്ന ഇനത്തിൽപ്പെട്ടതാണ്. അപ്പം നാടൻ കോഴി വളർത്തുന്നുണ്ടെങ്കിൽ വീടിനടുത്തൊരു ഇത്തിരി സ്ഥലം, ഇതിപ്പോൾ ഈ ഏരിയ കണ്ടോ, ചെറിയൊരു ഏരിയയാണ്. അതിനകത്തേക്കാണ് നമ്മൾ കൂടും അതിന് ഇറങ്ങി നടക്കാനുള്ളൊരു സ്പേസും കൂടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയെങ്കിലും സ്ഥലം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഇനിയും കോഴി കിടക്കണം. ഇതിപ്പോൾ ഞാൻ പറഞ്ഞില്ല 8 ഉള്ളൂ. ഒരു 10-15 കോഴിയൊക്കെ വരെ നമുക്ക് ഈ സെറ്റപ്പിൽ വളർത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും സ്പേസാണ് എനിക്കുള്ളത്. അപ്പോൾ ഞാൻ ഇവിടെയാണ്, ഈ ഒരു സ്ഥലത്താണ് കോഴിനെ വളർത്തുന്നത്. കണ്ട, ഇറങ്ങി നടക്കാനുള്ള സ്പേസാണ് ഈ കൊടുത്തിരിക്കുന്നത്. അത് അത്യാവശ്യം ഇവിടെയൊക്കെ നടന്ന് കൊത്തിപ്പെറുക്കി തന്നെ എടുക്കുന്നുണ്ടെന്നെങ്കിലൊക്കെ നമുക്ക് വീട്ടിൽ വരുന്ന ഫുഡ് വേസ്റ്റ് തന്നെയുള്ള നമ്മൾ ഇങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി. താഴത്തേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ അത് വന്ന് കൊത്തിയെടുത്ത് തിന്നോളും. അതിന് വേണ്ടി തീറ്റപ്പാത്രമോ അങ്ങനെയൊന്നും വെക്കണമെന്നൊന്നുമില്ല. അതിനായിട്ട് ഷീറ്റ് വെച്ചിട്ടുണ്ട്. കണ്ട്, ഈ ഷീറ്റിലോട്ട് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അതുങ്ങൾ വന്ന് കൊത്തിയെടുത്ത് തിന്നോളും. പിന്നെ കൂടുണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആ കൂട് നല്ല സേഫായിരിക്കണം. ഞാനിതെല്ലാം മെറ്റൽ ഗ്രില്ലുകൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ സൈഡിലൊരു വേലിയാണ്. അപ്പം അതിൻ്റെ സൈഡിലും കീരിയൊന്നും വരാതിരിക്കാൻ വേണ്ടി നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് നല്ലപോലെ. ആസ്ട്രേറ്റ് ഷീറ്റുണ്ട്, ഈ സ്ഥലത്ത് മെറ്റൽ ഷീറ്റൊക്കെ വെച്ച് നല്ലപോലെ കവർ ചെയ്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഉള്ളൊരു കുഴപ്പമെന്ന് പറയുന്നത് ഈ മുട്ട വന്ന് കീരി എടുത്തുകൊണ്ട് പോകും, അല്ലെങ്കിൽ കോഴികളെ വന്ന് കീരി പിടിക്കും. അപ്പോൾ അതും കൂടെ ഒന്ന് നിങ്ങൾ നോക്കണം. കൂട് നല്ല സെറ്റപ്പായിട്ട് തന്നെ ചെയ്യണം. അതിനിച്ചിരി പൈസ മുടക്കിയാലും ശരി, കൂട് നല്ല ഉറപ്പ് ഉള്ള രീതിയിൽ തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കണം. അങ്ങനെയാകുമ്പോൾ നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല.